Dear students, നീറ്റ് എൻട്രൻസ് എക്സാമിന് വേണ്ടി മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. കഴിഞ്ഞ വീഡിയോയിൽ 1 മുതൽ 12 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ടോട്ടലായിട്ട് 30 ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ 33 ഇയേഴ്സിലായിട്ട് ചോദിച്ചിട്ടുള്ളത്. So we can wait one question from this chapter. Look the question number 13. The relation amongst the 3 elements of Earth magnetic field, namely horizontal component, vertical component and dip delta R. So നമ്മുടെ മനസ്സിലേക്ക് ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു മാഗ്നറ്റിക് നീഡിൽ നമ്മൾ എർത്ത് ഫീൽഡിൽ ഫ്രീലി സസ്പെൻഡഡ് ആയാൽ ഓർക്കുക, ദിസ് ഈസ് സെഡ് ടു ബി ദ ഡയറക്ഷൻ ഓഫ് ദ ടോട്ടൽ ഫീൽഡ്. അത് ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആങ്കിളിനെയാണ് നമ്മൾ ഡിപ്പ് എന്ന് പറയുന്നത്, ആങ്കിൾ ഓഫ് ഡിപ്പ് എന്ന് പറയാം. സ്വാഭാവികപരമായിട്ടും നമുക്കിങ്ങനെ ചിന്തിക്കാം, ദിസ് ആങ്കിൾ ഈസ് സെഡ് ടു ബി ദ ആങ്കിൾ ഓഫ് ഡിപ്പ്. ഈ എർത്ത് ഫീൽഡിനെ നമുക്ക് 2 കമ്പോണൻറ്റുകളായിട്ട് മുറിക്കാം. അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് വി ക്യാൻ സേ BE cos delta and the vertical component as BE sin delta. That is important. അപ്പോൾ അതിനെ നമുക്ക് വെർട്ടിക്കൽ കമ്പോണൻ്റ് ആയിട്ടും ഇതിനെ നമുക്ക് ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആയിട്ടും നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ സി ദാറ്റ് വെർട്ടിക്കൽ കമ്പോണൻ്റ് ആസ് BE sin delta and the horizontal component as BE cos delta, and hence we can take the third choice as the answer. We can move with the next one, number 14. A thin diamagnetic rod is placed vertically between the poles of an electromagnet. When the current in the electromagnet is switched on, then the diamagnetic rod is pushed up out of the horizontal magnetic field. Hence, the rod gains the gravitational potential energy. The work required to do this comes from, നമുക്കറിയാം, അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എഫേർട്ട് കാരണമാണ് സ്വാഭാവികപരമായിട്ടും അത് പുഷ്ഡപ്പ് ആയത്. പക്ഷേ ആ മാഗ്നറ്റിക് ഫീൽഡിന് റീസൺ ആയിട്ടുള്ളത് നമ്മുടെ കറണ്ട് സോഴ്സ് തന്നെയാണ്. അവനാണ് അവിടുത്തെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാക്കിയത്. ആൻഡ് ഹെൻസ് വി ക്യാൻ സേ എ ആസ് ദി ഫസ്റ്റ് ആൻസർ. വി ക്യാൻ മൂവ് വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ 15. If theta 1 and theta 2 be the apparent angles of dip observed in 2 vertical planes at right angles to each other, then the true angle of dip theta is. നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, സപ്പോസ് ഈ ഒരു പ്ലെയിനാണ് നമ്മളുടെ മാഗ്നറ്റിക് മെറിഡിയൻ എങ്കിൽ മറ്റ് ഏതെങ്കിലും ഒരു വെർട്ടിക്കൽ പ്ലെയിനിലെ ഡിപ്പ് എന്താണ്? അപ്പോൾ ഈ പ്ലെയിനിൽ നമ്മുടെ മാഗ്നറ്റ് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഡെൽറ്റയാണ്. ദാറ്റ് ഈസ് സെഡ് ടു ബി. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പൻഡ് ഇൻ ദ മാഗ്നറ്റിക് മെറിഡിയൻ. അതിനെ വിളിക്കുന്ന പേരാണ് ട്രൂ ഡിപ്പ് എന്ന് വിളിക്കാം. അതിന് പകരം സേ ആൽഫ എന്ന് പറയുന്ന ഒരു ആംഗിൾ ഓഫ് ഓറിയൻറ്റേഷനുള്ള മറ്റൊരു പ്ലെയിനിലെ ഡിപ്പിനെ നമുക്ക് അപ്പാരൻ്റ് ഡിപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും. അവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു റിലേഷൻ എന്ന് പറയുന്നത്, how we can relate that apparent dip and the true dip. So keep in mind that is tan delta dash is equal to that tan delta, that division by 2 വെർട്ടിക്കൽ പ്ലെയിൻ തമ്മിലുള്ള ആംഗിളായ ആൽഫയുമായിട്ട് നമുക്കിങ്ങനെ റിലേറ്റ് ചെയ്യാം. As a tan delta dash is equal to tan delta by cos alpha. So that is the very important concept. അങ്ങനെയാണെങ്കിൽ മുകളിൽ നിന്നുള്ള ഒരു വെർട്ടിക്കൽ വ്യൂ കൺസിഡർ ചെയ്തിട്ട് നോക്കൂ, ഇതാണ് നമ്മളുടെ മാഗ്നറ്റിക് മെറിഡിയൻ എങ്കിൽ അവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെ തീറ്റയായിട്ടാണ് നമ്മൾക്ക് കൺസിഡർ ചെയ്യാൻ പറഞ്ഞിരിക്കുക. മറ്റൊരു വെർട്ടിക്കൽ പ്ലെയിൻ, അത് അവിടുത്തെ ആംഗിൾ ഓഫ് ഡിപ്പ് തീറ്റ 1ഉം അപ്പാരൻ്റ് ഡിപ്പും അതിന് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത് തീറ്റ 2ഉമാണ്. അപ്പോൾ തീറ്റ 1ഉം തീറ്റ 2ഉം മറ്റ് 2 പ്ലെയിനിലുള്ള നമ്മളുടെ അപ്പാരൻ്റ് ഡിപ്പാണ്. അപ്പോൾ അവിടെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, സപ്പോസ്
നമ്മുടെ മാഗ്നറ്റിക് മെറിഡിയനിൽ നിന്ന് ഇത് ആൽഫ ആംഗിളാണ് മേക്ക് ചെയ്യുന്നതെങ്കിൽ ഇത് നമുക്ക് θ2 എന്ന് പറയുന്നത് നമുക്ക് 90 മൈനസ് ആൽഫയായിട്ട് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഫസ്റ്റ് കേസ് ദാറ്റ് ഈസ് എ ടാൻ θ1. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സിമ്പിളായിട്ട് നമുക്ക് പറയാം ആസ് എ ടാൻ സേ ഇവിടെ ആദ്യത്തെ തീറ്റ ആയിട്ടാണ് നമ്മളോട് പറയുക, ദാറ്റ് ഈസ് ഡിവിഷൻ ബൈ കോസ് ആൽഫ. രണ്ടാമത്തെ കേസ് നമുക്ക് എങ്ങനെ പറയാം, ടാൻ θ2 ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് ടാൻ തീറ്റ ഡിവിഷൻ ബൈ ദാറ്റ് കോസ് 90 മൈനസ് ആൽഫ. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്ക് ഈ കോസ് 90 മൈനസ് ആൽഫ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമുക്കറിയാം, അത് സൈൻ ആൽഫയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ ഡിനോമിനേറ്ററിനെ നമുക്ക് LHSലേക്ക് കൊണ്ടുപോയാൽ കോസ് ആൽഫയുടെ വാല്യൂ ഇറ്റ് ബിക്കംസ് എ ടാൻ തീറ്റ ഡിവിഷൻ ബൈ ടാൻ θ1 ആയിട്ടും അതോടൊപ്പം തന്നെ സൈൻ ആൽഫയുടെ വാല്യൂ ദാറ്റ് ഈസ് ടാൻ തീറ്റ ഡിവിഷൻ ബൈ ടാൻ θ2 ആയിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ഒന്ന് സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് എഴുതാം കോസ് സ്ക്വയർ ആൽഫ ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 ബൈ ടാൻ θ1 സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കതിനെ സിമ്പിളായിട്ട് കോട്ട് സ്ക്വയർ θ1 ആയിട്ട് നമുക്ക് എടുക്കാം. ദെൻ അതേപോലെ സൈൻ സ്ക്വയർ ആൽഫ എന്ന് പറയുന്നത് ടാൻ സ്ക്വയർ തീറ്റ ഇൻറ്റു കോട്ട് സ്ക്വയർ θ2 ആയിട്ട് നമുക്ക് എടുക്കാം. സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫ 1 എന്ന് പറയുന്നത് കോട്ട് സ്ക്വയർ θ1 ബൈ ടാൻ സ്ക്വയർ തീറ്റയെ കോട്ട് സ്ക്വയർ തീറ്റയാക്കി നമുക്ക് എടുത്താൽ വി ക്യാൻ റൈറ്റ് ടു ബി കോട്ട് സ്ക്വയർ θ2 ഡിവിഷൻ ബൈ കോട്ട് സ്ക്വയർ തീറ്റ. ഇതിനെ നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്താൽ കോട്ട് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് കോട്ട് സ്ക്വയർ θ1 പ്ലസ് കോട്ട് സ്ക്വയർ θ2 ആയിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമുക്കിങ്ങനെ പറയാം. ഒരു മാഗ്നറ്റിക് മെറിഡിയനിലെ ഒരു ഡിപ്പ് ആണ് ട്രൂ വാല്യൂ എങ്കിൽ മറ്റൊരു പ്ലെയിനിലുള്ള ഡിപ്പിനെയാണ് നമ്മൾ അപ്പാരൻറ്റ് ഡിപ്പ് എന്ന് വിളിക്കുക. ആ അപ്പാരൻറ്റ് ഡിപ്പും ട്രൂ ഡിപ്പുമായിട്ടുള്ള റിലേഷൻ ടാൻ ഡെൽറ്റ ഡാഷ് എന്ന് പറയുന്നത് ടാൻ ഡെൽറ്റ ബൈ കോസ് ആൽഫ ആയിരിക്കും. അവിടെ ആൽഫ എന്ന് പറയുന്നത് രണ്ട് വെർട്ടിക്കൽ പ്ലെയിനുകൾ തമ്മിലുള്ള ആംഗിൾ ആണെന്നുള്ള കാര്യം മറക്കരുത്. വി ക്യാൻ മൂവ് വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ 16. The magnetic susceptibility is -4. ഓർക്കുക, സാധാരണ രൂപത്തിൽ ലെസ് ദാൻ 1 എന്നുള്ള ആസ്പെക്റ്റ് വരുന്നത് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് എന്നുള്ള കാര്യം മറക്കരുത്. പാരാമാഗ്നറ്റിക്കിന് ഗ്രേറ്റർ ദാൻ 1 ആണ്, പക്ഷേ ചെറിയ വാല്യൂ തന്നെയായിരിക്കും. കൂടുതൽ വാല്യൂ വരുന്നത് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിനായിരിക്കും. സോ ഹിയർ എ ആസ് ദി ആൻസർ. നമ്പർ 17. There are 4 lightweight rod samples. They are labeled as A, B, C, D, separately suspended by threads. A bar magnet is slowly brought near each sample and the following observations are noted. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എ എന്ന് പറയുന്നത് ഫീബിലി റിപ്പൽഡ് ആണ്. അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടി വെച്ച് പറയാൻ പറ്റും അത് ഡയാമാഗ്നറ്റിക് ആണെന്ന്. ബി ഈസ് ഫീബിളി അട്രാക്റ്റഡ്, അത് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം. സി ഈസ് സ്ട്രോങ്ലി അട്രാക്റ്റഡ്, അത് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. ആൻഡ് ഡി റിമൈൻസ് അൺഅഫക്റ്റഡ്, അപ്പോൾ അതൊരു നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം. സോ ദിസ് ഈസ് ദ ഇൻഫറൻസ് ദാറ്റ് വി ഗെയിൻഡ് ഫ്രം ദ ക്വസ്റ്റ്യൻ. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് ആൻസറിലേക്ക് പോകാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ? B is a paramagnetic. B is a paramagnetic. Yes, so that is a true. C is a diamagnetic. തെറ്റാണ്. D is a ferromagnetic. തെറ്റാണ്. A is a non-magnetic. So we can take A as the correct answer for question number 17. We can move with the question number 18. Electromagnets are made of soft iron because soft iron has. നമുക്ക് ഏറ്റവും കൺഫ്യൂസിങ് ഉണ്ടാക്കുന്ന ഒരു ആസ്പെക്റ്റാണ് ഇലാസ്റ്റിക് ഹിസ്റ്ററിസിസ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ. ഇലക്ട്രോ മാഗ്നറ്റ്സ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ
അവയുടെ നമ്മുടെ ഹിസ്റ്ററിസിസ് കർവിൻ്റെ വിഡ്ത്ത് വളരെ ചെറുതായിരിക്കും, ബട്ട് ലോങ് ആയിരിക്കും. എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ അവൻ്റെ എച്ച് വാല്യൂ 0 ആകുമ്പോൾ അവിടെ റീറ്റെയിൻ ചെയ്യുന്ന മാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ് നമുക്ക് ഒ എ ആയിട്ട് പറഞ്ഞാൽ ദാറ്റ് ഒ എ ഈസ് കോൾഡ് ദ റെസിഡ്യുവൽ മാഗ്നറ്റിസം. ആ റെസിഡ്യുവൽ മാഗ്നറ്റിസം ഇലക്ട്രോ മാഗ്നറ്റിസത്തിന് വളരെ ചെറുതായിരിക്കണം. പല ടെക്സ്റ്റ് ബുക്കുകളും അത് മാക്സിമം എന്ന് പറയാറുണ്ട്, തെറ്റാണ്. അതുകൊണ്ട് തന്നെ റിട്ടൻറ്റിവിറ്റി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കണം ആ മെറ്റീരിയലിന്. അതോടൊപ്പം തന്നെ ഒ ബി എന്ന് പറയുന്നത്, കീപ്പ് ഇൻ മൈൻഡ്, ദാറ്റ് ഈസ് ആ റെസിഡ്യുവൽ മാഗ്നറ്റിസം ഇല്ലാതാക്കാൻ കൊടുക്കുന്ന നെഗറ്റീവ് ഫീൽഡിനെയാണ് നമ്മൾ ഒ ബി എന്ന് നമ്മൾ പറയുന്നത്. അതിനെ കൊയസീവ് ഫോഴ്സ് എന്നാണ് നമ്മൾ വിളിക്കുക. സോ കീപ്പ് ഇൻ മൈൻഡ്, ഒരു ഇലക്ട്രോ മാഗ്നറ്റ്സ് ആണെങ്കിൽ, അത് ടെമ്പററി മാഗ്നറ്റ്സ് ആണെങ്കിൽ ലോ റിറ്റൻറ്റിവിറ്റിയും ലോ കൊയേസിവിറ്റിയും ആയിരിക്കുമെന്നുള്ള കാര്യം ഓർക്കുക. പക്ഷെ അതൊരു പെർമനൻറ്റ് മാഗ്നറ്റ് ആണെങ്കിൽ ഹൈ റിറ്റൻറ്റിവിറ്റിയും ഹൈ കൊയേസിവിറ്റിയും ആയിരിക്കും. നമ്പർ 19, ദ മാഗ്നറ്റിക് മൊമെൻ്റ് ഓഫ് എ ഡയമagnetic ആറ്റം എന്ന് പറയുന്നത് 0 ആയിരിക്കും ഒരു ഡയമagneticന്. പക്ഷേ അതേസമയം പാരയ്ക്കും അതോടൊപ്പം ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിനും അതൊരു നോൺ സീറോ കൺസെപ്റ്റിലേക്ക് മാറുമെന്നുള്ള കാര്യം മറക്കരുത്. സോ നമുക്കിവിടെ 19ന് ആൻസർ എന്ന് പറയുന്നത് എ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ വി ക്യാൻ മൂവ് വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ 20. ഇഫ് എ diamagnetic substance is brought near the north or the south pole of a bar magnet. അപ്പോൾ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് എപ്പോഴും സ്ട്രോങ് ഫീൽഡിൽ നിന്ന് വീക്കിലേക്ക് മൂവ് ചെയ്യപ്പെടുന്ന ഒരു മെറ്റീരിയലാണ്. റിപ്പൽഷൻ ആയിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ അത് നോർത്ത് പോൾ ആയിക്കൊള്ളട്ടെ സൗത്ത് പോൾ ആയിക്കൊള്ളട്ടെ, ആ റിപ്പൽഷൻ ഈസ് ഹാപ്പൻഡ്. അതുകൊണ്ട് തന്നെ വി ക്യാൻ ടേക്ക് ഡി എസ് ദി ആൻസർ. ഇറ്റ് ഈസ് റിപ്പൽഡ് ബൈ ബോത്ത് ദ പോൾസ്. സി ദ ക്വസ്റ്റ്യൻ നമ്പർ 21. Curie temperature is the temperature above which. അപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഡിക്രീസ് ചെയ്യുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഫെറോ മാഗ്നറ്റിക്കിൻ്റെ പ്രോപ്പർട്ടി കുറഞ്ഞത് പാരാമാഗ്നറ്റിക് ആയിട്ട് മാറുന്നു. അതുകൊണ്ട് ദ മോർ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് എ ചോയ്സ് ഈ 21st ക്വസ്റ്റിനെ കൺസിഡർ ചെയ്യാം. നമ്പർ 22. Nickel shows ferromagnetic property at room temperature. അങ്ങനെയാണെങ്കിൽ ഇഫ് ദ ടെമ്പറേച്ചർ ഇസ് ഇൻക്രീസ്ഡ് ബിയോണ്ട് ക്യൂറി ടെമ്പറേച്ചർ ദെൻ ഇറ്റ് വിൽ ഷോ. അപ്പോൾ സ്വാഭാവികപരമായിട്ടും ഫെറോ മാഗ്നറ്റിക് ടെമ്പറേച്ചർ കൂടുമ്പോൾ അവൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് നഷ്ടപ്പെട്ട് അവൻ പാരാമാഗ്നറ്റിക് ആയിട്ട് മാറുന്നു. സോ വി ക്യാൻ ടേക്ക് ഡി എസ് ദി ആൻസർ. നമ്പർ 23. If the dipole moment of an atom of a diamagnetic material, ഡയമagnetic മെറ്റീരിയലിൻ്റെ ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് 0 ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ അത് ഒരു പാരയോ അതോടൊപ്പം ഫെറോ മാഗ്നറ്റോ ആണെങ്കിൽ അത് നോൺ സീറോ വാല്യൂ ആയിരിക്കുമെന്നുള്ള കൺസെപ്റ്റ് ഓർക്കുക. അങ്ങനെയാണെങ്കിൽ വിച്ച് ഈസ് ദ കറക്റ്റ് ചോയ്സ്? So we can take that first choice as the answer. There mu d becomes 0 and mu para is not equal to 0. According to Curie's law, the magnetic susceptibility of a substance at an absolute temperature T is proportional to is inversely proportional to the temperature for ferromagnetic material. Independent of temperature ആണ് ഡയമagnetic എന്നുള്ള കൺസെപ്റ്റ് ഓർത്തിരിക്കുക. Number 25. A diamagnetic material in a magnetic field moves, so that is important. എപ്പോഴും അതൊരു സ്ട്രോങ്ങർ ടു വീക്കർ പാർട്ടിലേക്കാണെന്ന് അതിൻ്റെ പ്രോപ്പർട്ടി അറിഞ്ഞിരിക്കുക. സോ ബി എസ് ദി ചോയ്സ്. വി ക്യാൻ മൂവ് വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ 26. A compass needle which is allowed to move in a horizontal plane is taken to a geomagnetic pole. അപ്പോൾ മാഗ്നറ്റിക് പോളിലേക്ക് എത്തുമ്പോൾ അവിടെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക.
മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് മാത്രമേ ഉണ്ടാകൂ എന്ന് പറയുമ്പോൾ അവിടെ ഡിപ്പ്, ആംഗിൾ ഓഫ് ഡിപ്പ് എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും എന്നുള്ള കാര്യം മറക്കരുത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ പറയുന്ന മാഗ്നറ്റിക് നീഡിൽ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ മാത്രമേ മൂവ് ചെയ്യൂ. അപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ പിവറ്റഡ് ആയിരിക്കുന്ന ഈ കോമ്പസ് നീഡിലിനെ നമ്മുടെ മാഗ്നറ്റിക് പോളിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് വെർട്ടിക്കലായിട്ട് നിൽക്കാൻ നിർബന്ധിതമാകുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു പോയിന്റ് ബേസ് ചെയ്തിട്ട് വെർട്ടിക്കലായിട്ട് നിൽക്കാൻ അത് അലൈൻഡായി മാറുമ്പോൾ ഏത് പൊസിഷനിൽ വേണമെങ്കിലും അവന് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വി ക്യാൻ ടേക്ക് ഫോർ that 26th question B as the answer. We can move with the question number 27. 2010 ചോദിച്ച ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്. എ വൈബ്രേഷൻ മാഗ്നറ്റോമീറ്റർ. അതിൻ്റെ തിയറി നമ്മൾ അധികം പഠിക്കേണ്ടതില്ല. എന്നിരുന്നാൽ പോലും അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ടൈം പീരീഡ് ഓഫ് എ മാഗ്നറ്റ് വെൻ ഇറ്റ് ഈസ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, അത് റിലേഷനുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ഉപയോഗിച്ചാൽ വി ഗെറ്റ് ദ ആൻസർ. A vibration magnetometer placed in a magnetic meridian has a small bar magnet. The magnet executes oscillations with a time period of 2 seconds in Earth horizontal magnetic field of 24 microtesla. When a horizontal field of 18 microtesla is produced opposite to the Earth field by placing a current carrying wire, the new time period of magnet will be. So that is we need to find it. അപ്പോൾ ആദ്യത്തെ കേസിൽ ദ ടൈം പീരീഡ് എന്ന് പറയുന്നത് T1 എന്ന് പറയുന്നത് 2 സെക്കൻഡ് ആണ്. അവിടെ ഉപയോഗിക്കുന്നത് ആദ്യത്തെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് 24 മൈക്രോ ടെസ്ലയാണ്. അപ്പോൾ രണ്ടാമത്തെ കേസിലെ ടൈം പീരീഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഓൾറെഡി ഉള്ള ആ മാഗ്നറ്റിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് രണ്ടാമത്തെ മാഗ്നറ്റിക് ഫീൽഡ് വരിക. സ്വാഭാവികപരമായിട്ട് നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ 24 - 18, സോ വി ഗെറ്റ് 6 മൈക്രോ ടെസ്ലയാണ് നമ്മൾ യൂസ് ചെയ്യുക. അവിടെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് നമുക്ക് ഒരു ഐ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുള്ള ഒരു ബാർ മാഗ്നറ്റിനെ നമ്മൾ സസ്പെൻഡ് ചെയ്യുമ്പോൾ ഇന്ന മാഗ്നറ്റിക് ഫീൽഡ് ബി, അതിൻ്റെ മാഗ്നറ്റിക് മൊമെൻ്റ് എം ആണെങ്കിൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് 2π × √I ഡിവിഷൻ ബൈ എം × ബി. സോ ദാറ്റ് ഈസ് ദ ആസ്പെക്റ്റ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ ടൈം പീരീഡും മാഗ്നറ്റിക് ഫീൽഡുമായിട്ടാണ് നമ്മൾ റിലേറ്റ് ചെയ്യേണ്ടത്. ഒരേ മാഗ്നറ്റ് ആയതുകൊണ്ട് ഐയും എമ്മും നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് എടുത്താൽ T പ്രൊപ്പോർഷണൽ ടു 1π√B ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. എന്ന് പറഞ്ഞാൽ T² പ്രൊപ്പോർഷണൽ ടു 1πB എന്നുള്ള ഒരു ആസ്പെക്ട്സിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. എങ്കിൽ രണ്ട് കേസസ് ആയിട്ട് നമുക്കിതിനെ മാറ്റിയെടുത്താൽ ഫോർ ദ 2 cases we can write it to be as a T2 square, the division by T1 square is equal to B1 square division by B2 square. So that is equal to T2 square is equal to T1 square into that B1 by B2. So B1 എന്ന് പറയുന്നത് 24 microtesla by that B2 as a 6 microtesla, that much square. So that is equal to T1, that is given as a 2 into 2 square, that much into 24 by 6, that is 4 square. So 24 4 square. So that is T2 is equal to സോ ഇവിടെ നമ്മൾ സ്ക്വയർ എടുക്കുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം, ഇവിടെ B2ന് സ്ക്വയർ ഇല്ലെന്നുള്ള കാര്യം ഓർക്കുക. സോ ഫൈൻ. സോ T2 സ്ക്വയർ എന്ന് പറയുന്നത് വി ഗെറ്റ് ദ വാല്യൂ as 4 × 4 as 16. So we get the value for T2 as equal to 4 second as the choice. So we get the answer as a D choice. We can move with the question number 28. Two magnets of magnetic moments capital M and 2M are placed in a vibration magnetometer with the two identical poles in the same direction. അപ്പോൾ ആദ്യത്തെ കേസിൽ നമ്മുടെ സൗത്ത് നോർത്തായിട്ട് നമുക്ക് എടുക്കാം. സോ ഇത് ക്യാപിറ്റൽ എം ആണെന്നിരിക്കട്ടെ.
രണ്ടാമത്തത് ലൈക്ക് പോൾസ് ടുഗദർ എന്ന് പറയുമ്പോൾ എസ് നോർത്ത് ഇങ്ങോട്ട് തന്നെയാണ്. സോ 2m. അപ്പോൾ നെറ്റായിട്ടുള്ള മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ബിക്കംസ് 3m ആയിട്ട് എടുക്കാം. രണ്ടാമത്തെ കേസ് വരുമ്പോൾ അവിടെ പറയുന്ന പ്രധാനപ്പെട്ട ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ദാറ്റ് ആർ ഓപ്പോസിറ്റ് ഇൻ കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഈ എസ് എൻ ആദ്യത്തത് ഈ ഡയറക്ഷനിലാണെങ്കിൽ രണ്ടാമത്തത് ഈ ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ 2m. അപ്പോൾ നെറ്റ് വാല്യൂ m2 എന്ന് പറയുന്നത് 2m - m എന്ന് പറയുന്നത് m ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതാണ് ആസ്പെക്റ്റ്. അപ്പോൾ ആദ്യത്തെ കേസിലെ ടൈം പീരീഡ് T1 രണ്ടാമത്തത് T2 ആണ്. അപ്പോൾ നമുക്കറിയാവുന്ന റിലേഷൻ T = 2π × I/mb ആണ്. അപ്പോൾ അവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ടൈം പീരീഡ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് മാഗ്നറ്റിക് മൊമെൻ്റ് ആണ്. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഇവിടെ വരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, രണ്ടാമത്തെ കേസിൽ മാഗ്നറ്റിക് മൊമെൻ്റ് കുറയുമ്പോൾ അവിടെ ടൈം പീരീഡ് എന്ത് ചെയ്യും? കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് പറയാം T2 should be greater than T1 and hence C is the choice. We can move with the question number 29. For protecting a sensitive equipment from the external electric arc, it should be, so that is a very important one. For protecting a sensitive equipment from the external electrical arc, it should be. അവിടെയാണ് നമുക്ക് ഷീൽഡിങ് എന്നൊരു ആസ്പെക്ട്സ് നമുക്ക് പറയുന്നത്. അത് നമുക്ക് ഇലക്ട്രിസിറ്റിയിലും അതോടൊപ്പം മാഗ്നറ്റിസത്തിലും നമുക്ക് കൺസിഡർ ചെയ്യാം. എസ്പെഷ്യലി മാഗ്നറ്റിസം വരുന്ന സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ്, ഇപ്പോൾ ഇവിടെ എക്സ്റ്റേണൽ ഇലക്ട്രിക്കൽ ആസ്പെക്റ്റാണ് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഒരു മെറ്റലിന് ഉള്ളിൽ നമ്മൾ ആ കേസ് വെക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് നമുക്ക് 0 ആയിരിക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ ഇറ്റ് ഈസ് ഗുഡ്, ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ആൻ Faraday cage like, so we can take B as the choice. Number 30. A bar magnet is oscillating in the earth magnetic field with a time period T. So നമുക്കിങ്ങനെ പറയാം T is equal to as a 2π into that root of I division by mp. എന്നിട്ട് പറയാണ് what happens to its period of motion if its mass is quadrupled. That is very important. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കുക. മാസം മാത്രമാണ് കൂടുന്നത് എന്നുള്ള ഡയമെൻഷൻ റിമൈൻസ് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ I' എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു നമുക്കറിയാം മാസുമായിട്ടാണ്. അപ്പോൾ നമുക്ക് I' എന്ന് പറയുന്നത് അത് 4 times of I ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ടൈം പീരീഡ് T' എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു റൂട്ട് I', that is T' is equal to 2 times of T ആയിട്ട് നമുക്ക് പറയാം. That means we can take B as the answer. അപ്പോൾ നമ്മൾ 33 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. തിയറി മനോഹരമായി പഠിക്കുന്നവർക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. സോ ട്രൈ ടു ഡു മോർ MCQs, then really it will help to crack NEET, no doubt. Take care. God bless you.